Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റെഡ് സ്പിനാച്ച് ഓംലെറ്റ് ആട്ടോ. ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഉള്ളിൽ നമ്മൾ സ്പിനാച്ച് ഒക്കെ ഫിൽ ചെയ്തിട്ടുള്ള ഒരു ഓംലെറ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. സ്പിനാച്ച് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വേണ്ട സാധനങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല. അപ്പോൾ അതിൽ വേണ്ടത് ഒരു മുട്ട വേണം. ആ ഒരു മുട്ടയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. കുറച്ച് ചീര എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നല്ല പൊടിയായിട്ട് അരിഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ഇല മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് സവാള, കുറച്ച് ചീസ്, വെള്ളം, കുരുമുളക്, ഉപ്പ്, ഒലിവ് ഓയിൽ. ഇപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്താലും മതി കേട്ടോ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തുവേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഈ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് ചേർക്കാം. അപ്പം ഞാനിതിലേക്ക് ഒരു പിഞ്ച് കുരുമുളക് ഇടുന്നുള്ളൂ കേട്ടോ. അതുപോലെ ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം. ഈ വെള്ളം ചേർക്കുന്നത് ഈ മുട്ട അടിക്കുമ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഒഴിച്ച് വെച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ആട്ടോ ഒഴിച്ചേക്കണത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കണേന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒട്ടും കട്ട പാടില്ല, കട്ട ഇല്ലാണ്ട് വേണം മുട്ട അടിച്ചെടുക്കാനായിട്ട്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മുട്ടയുടെ ക്വാണ്ടിറ്റിയൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. ഒരു മുട്ട ചേർത്താൽ തന്നെ ഇത് നല്ലൊരു ഹെവി ആന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർക്കാം. പിന്നെ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒലിവ് ഓയിൽ ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ആ സവാള ചേർക്കാം. ചീര ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കരുത്. ഇത് ഒരുപാടൊന്നും മൂത്ത് പോകണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വെച്ചാൽ മാത്രം മതി. ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്. ഇതൊന്ന് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെറുതായിട്ടൊന്ന് വാടി വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് വാടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റാം. ഇപ്പം ഞാൻ ആ സെയിം പാത്രം തന്നെയാണ് എടുത്തേക്കണത്. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലാട്ടോ എപ്പോഴും ഇങ്ങനത്തെ ഇത് ഉണ്ടാക്കാൻ നല്ലത്. ഇതൊന്ന് ചൂടായിട്ട് വരണം. ജസ്റ്റ് ഒന്ന് എണ്ണ എല്ലായിടത്തും ഒന്ന് പറ്റിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മുട്ട ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന ചീര ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണിത്. നമുക്ക് ചീസും ഇട്ട് കൊടുക്കാം. ഇനി മുട്ട ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ആ ചീര ഒന്നും കൂടെ വേകാനുണ്ടെങ്കിൽ അതൊക്കെ ആ മുട്ടയിൽ കിടന്നിട്ട് ഒന്നും കൂടെ വേകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അടച്ചു വെക്കുന്നത്. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള റെഡ് സ്പിനാച്ച് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ള എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടോ, ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഒക്കെ ആയിട്ട്
ഇത് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ഇതിപ്പോൾ ഒരു മുട്ട തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഹെവിയാണ്. ഇതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഒരു ചപ്പാത്തിയൊക്കെ വെച്ചിട്ട് റോൾ ചെയ്യോ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് പോലെയൊക്കെ നമുക്ക് ആക്കിയെടുക്കാം. ഇതിപ്പോൾ അങ്ങനെ തന്നെ കഴിക്കണമെന്നൊന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ കഴിച്ചാൽ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത്. കുട്ടികൾക്കും ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ എളുപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഓംലെറ്റാണിത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാട്ടോ ഇതിൻ്റെ ടെക്സ്ചർ. ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. നമ്മൾ ചീരയാണ് ചേർത്തേക്കുന്നതെങ്കിൽ പോലും ആ ഒരു ചീരയുടെ ഒരു ഫ്ലേവറൊന്നും അങ്ങനെ മുന്നേ നിൽക്കുന്നൊന്നുമില്ല. മുട്ടയുടെ ടേസ്റ്റ് തന്നെയാണ്. മുട്ടയുടെയും കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മുന്നേ നിൽക്കുന്നത്. ഇത് കാണാൻ തന്നെ നല്ല ഒരു കളർഫുള്ളാണ്. റെഡും വൈറ്റും യെല്ലോയൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.